പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മീനുവിന്റെ തിരോധാനത്തെ തുടർന്ന് ഇനി എന്തു ചെയ്യണം എന്നറിയാതെ വീട്ടിലുള്ള എല്ലാവരും പകച്ചുപോയിരിക്കുകയാണ്. കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്ന് സൂരജും ഭയപ്പെടുന്നു. കളി കാര്യമായിരിക്കുന്നു. ഇപ്പോൾ ഇനി എന്തു ചെയ്യും? ഈ വൈകിയ വേളയിൽ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുകയില്ലല്ലോ എന്നും ആലോചിച്ചുകൊണ്ട് ആകെ ടെൻഷൻ അടിച്ചു നിൽക്കുമ്പോഴാണ് ഒരു ഓട്ടോ മുന്നിലേക്ക് വരുന്നത്. ഇത് കാണുന്ന സൂരജ് ആകെ ഞെട്ടിപ്പോവുകയാണ്. മീനു ആകട്ടെ അതെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഓട്ടോയിൽ നിന്ന് മീനു ഇറങ്ങുന്നത്. ഇതോടെ വീട്ടുകാരെല്ലാം മീനുവിൻ്റെ അടുത്തേക്ക് കുതിച്ചെത്തുകയായി. എന്താ മീനു, സൂരജ് എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയോ? അതുകൊണ്ടാണോ നീ ഓട്ടോയിൽ കയറി വന്നത്? കാര്യം പറ. ഇതോടെ മീനു അങ്ങനെയൊന്നും ഉണ്ടായില്ല, ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ചെയ്തതാണ്. ഇതോടെ പാർവതി മുന്നിലേക്ക് വരികയും നീ കാരണം എന്ത് പ്രശ്നമാണ് ഇവിടെ ഉണ്ടായത് എന്ന് നിനക്കറിയാമോ? ഞങ്ങളെല്ലാവരും എത്രയധികം വിഷമിച്ചു എന്നുള്ള കാര്യമെങ്കിലും നീ ഓർക്കണമായിരുന്നു. മീനു, നീ ചെയ്തത് ഒരിക്കലും ശരിയായ കാര്യമല്ല. നീ എന്തൊക്കെ ന്യായീകരണം പറഞ്ഞാലും ഇത് തെറ്റ് തന്നെയാണ്. ഇതോടെ മീനു, അമ്മ ഒന്നും പറ്റിയില്ലല്ലോ, പിന്നെ എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത്? കാര്യങ്ങളെല്ലാം നമുക്ക് വീട്ടിലിരുന്ന് സമാധാനമായി സംസാരിക്കാം. ഞാനിപ്പോൾ വളരെയധികം ടയേർഡാണ്. വരൂ അമ്മ, നമുക്കെന്തെങ്കിലും കഴിച്ചിട്ടാകാം ബാക്കി കാര്യങ്ങൾ സംസാരിക്കുന്നത്. ഇതേ തുടർന്ന് മീനു തൻ്റെ അമ്മയെയും കൂട്ടി പോയിരിക്കുകയാണ് വീട്ടിലേക്ക്. പക്ഷേ ഇത് കാണാൻ ഇടയാകുന്നത് സൂരജിനെ ആകെ ഞെട്ടിച്ചു കളയുന്നു. തന്നെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് അവൾ അങ്ങനെയൊക്കെ പറഞ്ഞത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ യഥാർത്ഥത്തിൽ മീനുവിന് എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക? അവൾ ഇങ്ങനെ വരണമെങ്കിൽ അവൾക്ക് എന്തെങ്കിലും ദുരനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം സത്യം തന്നെയാണ്. അതെന്താണ് എന്ന് മനസ്സിലാക്കുകയാണ് ഇനി വേണ്ടത്. അത് ഉറപ്പിച്ചുകൊണ്ട് ഇതേ തുടർന്ന് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ സൂരജ്. ഇതേ തുടർന്ന് മീനുവിനെ ഒറ്റയ്ക്ക് കിട്ടുന്നു. മീനുവിനോട്, മീനു, കുറച്ച് കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാനുണ്ട്. സൂരജ് സാർ, എനിക്കിപ്പോൾ സൂരജ് സാറിനോട് സംസാരിക്കാൻ ഒന്നും തന്നെയില്ല. ഞാൻ എന്തായാലും എൻ്റെ ജോലി നോക്കി മുന്നോട്ട് പോകാനുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ സൂരജ് സാർ ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനായി വരരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതോടെ സൂരജ് ഒന്ന് ഞെട്ടിപ്പോവുകയാണ്. ഞാൻ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാനല്ല വന്നത്. കുറച്ച് കാര്യങ്ങൾ എനിക്ക് മീനുവിനോട് സംസാരിക്കണമെന്ന് തോന്നി, അല്ലാതെ മറ്റൊന്നുമില്ല. മീനു, ഇനി ഞാൻ കാരണം ഒരു പ്രശ്നവും നിനക്ക് ഉണ്ടാവുകയില്ല എന്നത് ഞാൻ ഉറപ്പ് നൽകുന്ന കാര്യമാണ്. ഞാനായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയില്ല, അത് ഉറപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് സൂരജ്. പക്ഷേ ഇതേ തുടർന്നാണ് മീനുവിനെ വഴിയിൽ വെച്ച് ഗുണ്ടകൾ ആക്രമിച്ചിരുന്നു എന്നുള്ള കാര്യം സൂരജ് അറിയാൻ ഇടയാകുന്നത്. ഇതോടെ സൂരജിന് ആകെ വാശി കയറിയിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള തീരുമാനം ഇതേ തുടർന്ന് സൂരജ് എടുക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇതേ സമയം മീനുവാകട്ടെ കാര്യങ്ങൾ നേരിട്ട് കൈകാര്യം ചെയ്ത് മുന്നിലേക്ക് പോവുകയാണ്. ഒരിക്കലും ഇങ്ങനെയൊരു വഴിതിരിവ് പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ ഇതിനിടയിലാണ് ചിന്താമണിയെ ഞെട്ടിച്ചുകൊണ്ടുള്ള വഴിത്തിരിവ് ഉണ്ടാകുന്നത്. സൂരജിനെ സ്വന്തമാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് സൂരജ്
ഇപ്പോൾ വളരെയധികം സ്നേഹത്തോടെയാണ് മീനുവിനോട് പെരുമാറുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതോടെ എന്താണ് ഇതിനു പിന്നിലെ കാരണം എന്നറിയാൻ ചിന്താമണി ശ്രമിക്കുകയും ചെയ്യുമ്പോഴാണ് സൂരജ് ഒടുവിൽ സ്നേഹിക്കുന്നുണ്ട് മീനുവിനെ എന്നുള്ള കാര്യം ചിന്താമണി തിരിച്ചറിയുന്നത്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.